ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാധികയുടെ പിറന്നാളാണെന്ന് വരുൺ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാധികയെ കാണണമെന്ന് വരുൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ വരുൺ വണ്ടിയെടുത്ത് രാധികയുടെ അടുത്തേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ എത്തണമെന്ന് വിചാരിക്കുന്നു. വരുന്ന വഴിയെല്ലാം രാധികയും വരുണും ഒന്നിച്ചുള്ള നിമിഷത്തെ പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ വരികയാണ് വരുൺ. ഇതേസമയം പ്രിയങ്കയെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി വരുണിനോട് ഫോണിൽ സംസാരിച്ചത് അത്രയും തന്നെ പ്രിയങ്ക കേട്ടിരുന്നു. നാളെ ജന്മദിനത്തിൽ രാധികയുടെ ജന്മദിനത്തിൽ തന്നെ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നും മുത്തശ്ശി വരുണിനോട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യവും പ്രിയങ്ക ടെൻഷനോടെ ഓർക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി കാണണം. രാധിക ഈ സമയം നല്ല ഉറക്കത്തിലായിരുന്നു. രാധികയുടെ മുറിയിലേക്ക് പ്രിയങ്ക വന്നു. നാളത്തോടെ എന്റെ സ്ഥാനം കൈയടക്കി നീ കണിമംഗലത്തെ രാജകുമാരിയായി വാഴും. അത് സ്വപ്നം കണ്ട് ഉറങ്ങാണ് അല്ലേ? നാളെ ജന്മദിനം അല്ലേ? ആഘോഷിക്കാൻ എത്തുന്നവര് നീ ചത്ത് മലച്ചു കിടക്കുന്നത് കണ്ടാ മതി. അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രിയങ്ക ആലോചിക്കുമ്പോഴാണ് അവിടെ ഒരു ഗ്ലാസിന്റെ ഫ്ലവർ വേസ് ഇരിക്കുന്നത് കാണുന്നത്. അതെടുത്ത് രാധികയുടെ തലയിൽ അടിക്കാൻ തുടങ്ങുകയായിരുന്നു പ്രിയങ്ക. എന്നിട്ട് വിചാരിക്കുന്നു, അല്ല ഞാൻ എന്തിനാ നിന്നെ കൊന്ന് ജയിലിൽ പോകുന്നത്? എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തില്ല. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രിയങ്ക ഓർക്കുന്നു. ആറ്റുവാശ്ശേരിയിൽ നിന്നും കണിമംഗലത്തു നിന്നും രാധിക ഇറങ്ങിയാൽ മതി. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞു കൊടുത്തത്. പ്രിയങ്ക വിചാരിക്കുന്നു, നാളെ എന്നെ തകർക്കാൻ വേണ്ടി എത്തുന്നവരെ സ്വയം തകരുന്ന കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാം. പ്രിയങ്ക എടുത്തതുപോലെ തിരിച്ചു വെച്ചു. എന്നിട്ട് രാധികയെ ഉണർത്താതെ ആ കഥ കടച്ചവിടുന്ന് പോവുകയാണ് പ്രിയങ്ക. ഈ സമയം വരുൺ കണിമംഗലത്ത് എത്തുന്നുണ്ട്. ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വരുൺ മുത്തശ്ശിയെ വിളിക്കാനായി ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഡോറ് ആരോ ഓപ്പൺ ചെയ്യുന്നതായി കാണുന്നു. പെട്ടെന്ന് വരുൺ മറഞ്ഞു നിൽക്കുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ മുത്തശ്ശിയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. മുത്തശ്ശി ഇറങ്ങി ആരും കാണാതെ വരുണിന്റെ അരികിലേക്ക് വന്നു. എന്റെ മുത്തശ്ശി പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, കുറച്ച് പേടിയുള്ളത് നല്ലതാണ്. ഇവർ സംസാരിക്കുന്നത് പ്രിയങ്ക മറഞ്ഞു നിന്ന് കാണുന്നു. മുത്തശ്ശി പറയുന്നു, ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ഉറങ്ങിപ്പോയാലേ നീ വരുമ്പോ ആരാ വാതിൽ തുറന്നു തരുന്നത്? ഈ സ്നേഹത്തിന് ഞാനെന്താ പകരം തരേണ്ടത് എന്ന് വരുൺ ചോദിക്കുന്നു. അവളെ കണ്ട് ഗിഫ്റ്റ് കൊടുക്ക, നീ പെട്ടെന്ന് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, മുത്തശ്ശി ലോകത്ത് ഒരു കൊച്ചുമകളുടെയും പ്രണയത്തിന് ഇങ്ങനെ മുത്തശ്ശിമാരെ കാവല് നിൽക്കത്തില്ല. നീ പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുത്ത ആശംസകളും പറഞ്ഞ് തിരിച്ചു പോവാൻ നോക്ക് എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, അല്ല തിരിച്ചു പോണോ? പിന്നെ എന്നെ കളിയാക്കുവാണോ? അടിച്ചോടിക്കുന്നതിന് ഞാൻ പോടാ അങ്ങോട്ട് എന്നൊക്കെ പതിയെ മുത്തശ്ശി പറയുന്നു. അങ്ങനെ വരുൺ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ തന്നെ വരുൺ അകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് പ്രിയങ്ക അവിടെ നിന്ന് മാറി. എന്റെ ഭഗവാനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് വരുൺ പതിയെ രാധികയുടെ മുറിയിലേക്ക് പോകുന്നു. പിറകെ പ്രിയങ്ക വരുന്നുണ്ടായിരുന്നു. വരുൺ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് പെട്ടെന്ന് പ്രിയങ്ക മറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ വരുൺ രാധികയുടെ മുറിയിലേക്ക് കയറുന്നു. തുറന്നു നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു രാധിക. വരുൺ രാധികയുടെ മുറിയിലേക്ക് കയറി. രാധിക നല്ല ഉറക്കത്തിൽ. ആ സമയം ആ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. പ്രിയങ്ക വന്ന് എത്തി നോക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട്. വരുൺ ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും ഒരു മയിൽപ്പീലി എടുക്കുന്നു. ആ മയിൽപ്പീലി വെച്ച് രാധികയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക കണ്ടു നിൽക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഇങ്ങനെ തൊട്ടിട്ടും രാധിക ഉണർന്നില്ല. പിന്നെയും ഇങ്ങനെ മയിൽപ്പീലി വെച്ച് തലോടുകയാണ് വരുൺ. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വരുൺ മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ രാധിക ഒന്ന് ഞെട്ടി. ഒച്ച വെക്കില്ലേ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ അരികിലിരുന്ന് രാധികയുടെ വായ പൊത്തുന്നുണ്ട്. എന്നിട്ട് വരുൺ രാധികയോട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. സന്തോഷത്തോടെ രാധിക ഇരിക്കുന്നു. ഈ സമയം പെട്ടെന്ന് തന്നെ പ്രിയങ്ക, അമ്മയെ ഒന്ന് വാതിൽ തുറക്കമ്മേ, പെട്ടെന്ന് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പത്മിനി പുറത്തേക്ക് വന്നു. എന്താ മോളെ എന്ന് ചോദിക്കുന്നു. ഈ ഒരു കാഴ്ച മുത്തശ്ശി കാണുന്നുണ്ട്. എന്താ ഈ നേരത്തെ എന്ന് ചോദിച്ച് പത്മിനി വന്നു. എന്താ കുട്ടി എന്ന് ചോദിച്ച് പരമേശ്വരനും വന്നു. അവിടെ ചേച്ചിയുടെ മുറിയിൽ എന്താ നടക്കുന്നതെന്ന് നോക്ക് എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. ടെൻഷനോടെ മുത്തശ്ശി നിൽക്കുന്നു. എന്താ മോളെ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്നൊക്കെ പത്മിനി. എന്നെ കൊണ്ട് അത് പറയാൻ കഴിയില്ല, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് പ്രിയങ്ക പറയുന്നു. അങ്ങനെ അമ്മയും അച്ഛനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് പ്രിയങ്ക. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ, ഇതാ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വരുൺ രാധികയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. സന്തോഷത്തോടെ രാധിക ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ തന്നെ വരുണിൽ നിന്നും രാധിക ആ ഗിഫ്റ്റും ഏറ്റുവാങ്ങി. രണ്ടുപേരും പരസ്പരം പ്രണയത്തോടെ നോക്കുന്നു. പെട്ടെന്നാണ് രാധിക ഒന്ന് പേടിച്ചത്. അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, പേടിക്കേണ്ട, മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്. രാധിക ബെഡിൽ നിന്നും എഴുന്നേറ്റു. ടെൻഷനോടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്.
ഈ സമയം കരച്ചിൽ നടിച്ചുകൊണ്ട് പ്രിയങ്ക രണ്ടുപേരെയും അമ്മയും അച്ഛനെയും കൂട്ടി ആ മുറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരുൺ രാധികയോട് പറയുന്നു, അതെ എനിക്കറിയാം, ഈ നല്ല ദിവസം തനിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇല്ലേ? രാധിക ഒന്നും മിണ്ടുന്നില്ല. ഈ പിറന്നാൾ ദിനത്തില് ഒരു പ്രസന്റ് ഞാൻ തന്റെ കയ്യിൽ നിന്നങ്ങ് എടുക്കാണ് എന്ന് പറഞ്ഞ് പ്രണയത്തോടെ വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു. ഈ സമയത്താണ് പ്രിയങ്ക അച്ഛനെയും അമ്മയും കൂട്ടി അവിടെ എത്തിയത്. രണ്ടുപേരും ആ കാഴ്ച കാണുന്നു. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ രാധികയും വരുണും ഒന്നും ഞെട്ടി. വളരെ ദേഷ്യത്തോടെയാണ് പത്മിനിയും പരമേശ്വരനും അവരെ കാണുന്നത്. കരഞ്ഞുകൊണ്ട് പ്രിയങ്കയും, കണ്ടില്ലേ ചാച്ചന്റെ മോന്റെ സ്വഭാവം എന്താണെന്ന് കണ്ടില്ലേ? എന്റെ ജീവിതമായി ഇവര് രണ്ടുപേരും കൂടി പിച്ച് ചീന്തി കളയുന്നത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ ഡാ എന്ന് പറഞ്ഞ് പരമേശ്വരൻ വരുണിന്റെ കരണത്തടിച്ചു. ഇത് കണ്ട് മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട്. കണിമംഗലത്തിന്റെ അന്തസ്സിന്റെ അളവ് ചോദിച്ചാൽ നിന്റെ പൊക്കത്തോളം എന്ന് പറഞ്ഞ് ശീലിച്ചവനാണ് ഞാൻ. എന്നെ നീ ചതിച്ച് കളഞ്ഞല്ലോടാ എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട്. മുത്തശ്ശിയും ഉർവശിയും ഒക്കെ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയം മുത്തശ്ശിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി പോയി. രാധിക തലകുനിച്ച് നിൽക്കുമ്പോൾ പരമേശ്വരൻ രാധികയോട് പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ തലകുനിച്ച് നിൽക്കുന്നത്? തല ഉയർത്തി നിൽക്കേണ്ടവളല്ലേ നീ? അനിയത്തിയുടെ ഭർത്താവുമായിട്ട് ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ ദേവനാരായണ തിരുമേനിയുടെ മകൾ തല ഉയർത്തി തന്നെ പിടിക്കണം. നിന്നെക്കുറിച്ച് എൻ്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. കുറച്ചു കാലം എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു ഉദാഹരണമായി ഞാൻ നിന്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പറയുമ്പോൾ രാധിക സങ്കടത്തോടെ വരുണിനെ നോക്കുന്നുണ്ട്. വരുണും രാധികയെ നോക്കുന്നു. വീഴ്ച ഒരുപാട് ഉയരത്തിൽ നിന്നായി പോയല്ലോ മോളെ. ഉർവശി പറയുന്നു, ഏട്ടാ ഇത് ഈ വീട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒളിഞ്ഞും തെളിഞ്ഞും ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേ ഈ അമ്മയുണ്ടല്ലോ, അമ്മയായിരുന്നു ഇവർക്ക് കൂട്ട്. പിന്നെ ബഹളം വെക്കാതിരുന്നത് എന്താണ്? കണിമംഗലത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഏട്ടനെ ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പത്മിനി പറയുന്നു, ഇതാണ് ഞാൻ നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത്. പിന്നെ ഇവനെ കൂട്ടി നിങ്ങൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവനെ കൂട്ടണ്ട എന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണ്. ഇതൊക്കെ ആരും അറിയാതെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവള് വിളിച്ചു വരുത്തിയതാ ഇവനെ. പരമേശ്വരൻ പറയുന്നു, പത്മിനി രണ്ടുപേരും ഒരു കുറ്റം ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് അത് പകർന്നു ഒരാളെ മാത്രമായി വഴക്ക് പറയണ്ട. ഈ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇവർ രണ്ടുപേരും ഈ കണിമംഗലത്ത് വേണ്ട. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വരുണിന്റെ കയ്യിൽ പിടിച്ച് പരമേശ്വരൻ പുറത്തേക്ക് പോകുന്നു. നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കാടി, ഇറങ്ങടി അങ്ങോട്ട് എന്ന് ഉർവശി രാധികയോട് പറയുന്നുണ്ട്. രാധികയും അങ്ങോട്ട് പോകുന്നു. പരമേശ്വര, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ നീ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കരുത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു, ഇതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമേ ഞാൻ അറിയേണ്ടത്? അറിഞ്ഞേ പറ്റൂ എന്ന് മുത്തശ്ശി. എസ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വരുണിന്റെ നഷ്ടബോധത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. സത്യം ഇപ്പോൾ പറയുമോ എന്ന് പ്രിയങ്ക ഭയക്കുന്നുണ്ട്. അത് ഇതാണ്, ഇന്നല്ല, പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന് മുന്നേ പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ഇവർ. ഇത് കേട്ട് പരമേശ്വരൻ ഒന്ന് ഞെട്ടി. അമ്മേ എന്ന് പത്മിനി പറയുന്നു, ഈ കാര്യം നിനക്കറിയാം, ഈ നിൽക്കുന്ന ഉർവശിക്കറിയാം. എന്തിന് ഈ നിൽക്കുന്ന രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടു എന്ന് പറയുന്ന പ്രിയങ്ക അവൾക്ക് വ്യക്തമായിട്ടറിയാം. വരുണും രാധികയും ഒരു മനസ്സോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഇവന്റെ കയ്യിലുണ്ട്. കാണിച്ചു കൊടുക്കട അങ്ങോട്ട് എന്ന് മുത്തശ്ശി പറയുന്നു. രാധികയെ വാ എന്ന് വരുൺ രാധികയോട് പറയുന്നു. എല്ലാവരും വാ, ദൈവത്തിനെ സാക്ഷി നിർത്തി ഇവൾ എന്റേതാണ് എന്നതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് വരുൺ പൂജാമുറിയിലേക്ക് പോകുന്നു. എല്ലാവരും പിറകെ പോകുന്നുണ്ട്. രാധികയെ ഇനി ആരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ പെണ്ണാണ്. അത് ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാകണം. ഒളിച്ചും പാത്ത് നമുക്കിനി ജീവിക്കണ്ട. എല്ലാം ഇന്നത്തെ ദിവസം തന്നെ അവസാനിക്കട്ടെ എന്നും വരുൺ അവരോട് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് എന്നെയും രാധികയും നിങ്ങൾ ഒന്നിച്ച് കണ്ടതല്ല. ദേവനാരായണ തിരുമേനിയുടെ മകളെ എനിക്ക് ഇഷ്ടമാണ്. അവിടെ പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ കാണാൻ പറഞ്ഞതും വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതും ദേവനാരായണ തിരുമേനിയുടെ മൂത്ത മകളെയാണ്, ഈ നിൽക്കുന്ന രാധികയെ. ഇത് കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി. പക്ഷേ നിങ്ങൾ പോയി കണ്ടതും ഉറപ്പിച്ചതും ഇളയ മകളായ പ്രിയങ്കയാണ്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക. പത്മിനിക്ക് ചില സത്യങ്ങൾ അറിയാമായിരുന്നെങ്കിലും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ രാധികയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ കാര്യം പോലും പത്മിനിക്ക് അറിയില്ല. അനിയത്തിയുടെ ഭർത്താവിനെ ചേച്ചി സ്വന്തമാക്കാൻ നടക്കുന്നു. അങ്ങനെ ഒരു മോശം ചിത്രീകരണം മാത്രമായിരുന്നു രാധിക എന്ന പെൺകുട്ടിയെക്കുറിച്ച് പത്മിനിയുടെ മനസ്സിൽ. പരമേശ്വരനും ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടപ്പോൾ ആ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്നാൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് മുത്തശ്ശി അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് എന്ന് ഇനി വരുൺ പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പ്രിയങ്ക ഇനി അവരോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്?
പ്രിയങ്ക എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അവർ വിശ്വസിക്കുമോ? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.